ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിന് അകത്തും അതോടൊപ്പം തന്നെ പുറത്തുമൊക്കെ തന്നെ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുകയാണ്. എന്തായാലും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഒക്കെ ഇതിൻ്റെ ഭാഗമായി തന്നെ ഇവിടെയുണ്ട്. നിങ്ങൾ കഴിഞ്ഞ കുറേ സമയമായി ഇവിടെ പാലാ ഇരേറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് കോട്ടയം ജില്ലയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഇരേറ്റുപേട്ട നന്മക്കൂട്ടം എന്ന് പറയുന്ന റെസ്ക്യൂ ടീമിൽ അംഗങ്ങളാണ് ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ ഇവിടെ എത്തിയിരുന്നു. ഞങ്ങൾ വഴി മുഴുവൻ പലയിടത്തും 4-5 വെള്ളം കയറി ബ്ലോക്കായി കിടക്കുകയായിരുന്നു. അവിടെ നിന്നെല്ലാം ഞങ്ങൾ കവർ ചെയ്ത് നീന്തിക്കടന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ഇവിടെ എത്തുകയാണ്. ഞങ്ങൾ ഇതുപോലുള്ള വലിയ അപകടങ്ങൾ നടക്കുന്ന എല്ലായിടത്തും ഞങ്ങൾ കൊട്ടുപണിയിലും അവിടെ ഇവിടെ എല്ലാം ഞങ്ങൾ പോയി വർക്ക് ചെയ്യാറുണ്ട്. ഒരുപാട് പേര് ഇത് മൃതദേഹം തിരിച്ചറിയുന്നതിൻ്റെ ഭാഗമായി എത്തുന്നുണ്ട്. എന്തോ ഒരുപാട് പേരെത്തുന്നുണ്ടല്ലേ? ഒരുപാട് പേരെത്തുന്നുണ്ട്. ഞങ്ങൾ തന്നെ ഇവിടെ ബോഡി എടുത്ത് ആൾക്കാർക്ക്, അതായത് അവരുടെ ബന്ധുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇല്ലാതെ ആൾക്കാരെ ഞങ്ങൾ ഈ ഫ്രീസറിൽ എല്ലാം അറേഞ്ച് ചെയ്ത് ഞങ്ങൾ ഇന്നലെ തന്നെ അറേഞ്ച് ചെയ്ത് കിടക്കാറുണ്ട്. വളരെയധികം ഫ്രീസറും കാര്യങ്ങളുണ്ട്. ഇനിയും വളരെയധികം ആൾക്കാരെ അവിടെ അകപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഞങ്ങൾ ആ റെസ്ക്യൂ പ്രവർത്തനത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ സ്പോട്ടിലേക്ക് നിങ്ങൾ പോകുന്ന സ്പോട്ടിലേക്ക് പോവുകയാണ് ഇപ്പോൾ തന്നെ. ഞങ്ങളുടെ ടീമെല്ലാം റെഡിയായിട്ടുണ്ട്. ഇത്തരം കാഴ്ചകളാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മളോട് സംസാരിച്ച അദ്ദേഹം അവിടെ വന്നത് പാലയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഈരാറ്റുപേട്ടയിൽ നിന്നൊക്കെയാണ് അവർ വന്നിരിക്കുന്നത്. അങ്ങനെ കേരളം ഒന്നാകെ അതായത് സങ്കടകരമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോഴും ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഒരു നാട് ഒന്നാകെ ആ ദുരന്ത മുഖത്തേക്ക് ഓടിയെത്തുന്നുണ്ട്. സമീപകാലത്തെല്ലാം കേരളം കണ്ട ഒരുപക്ഷെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായിരിക്കും. അതിനു മുന്നിൽ പകച്ചു നിൽക്കുകയല്ല, രക്ഷിക്കാൻ കഴിയുന്ന ആളുകളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. 100 കണക്കിന് വീടുകളാണ് ചൂരൽമലയിൽ മാത്രം ഈ പ്രകൃതിയുടെ ഈ കലിതുള്ളലിൽ ഇല്ലാതായി പോയിട്ടുള്ളത്. മണ്ണിനടിയിൽ എത്ര പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട്, എത്ര ജീവനുകളുണ്ട്, എത്ര പേർ രക്ഷപ്പെട്ടു, ആ കണക്കുകൾ കൃത്യമായി നമ്മുടെ കയ്യിലില്ല. ഏതു വഴിക്ക് പോയാലാണ് ഒരാളെയെങ്കിലും രക്ഷിക്കാനാവുക എന്നൊരു സാധ്യത തേടുകയാണ് ഓരോ രക്ഷാപ്രവർത്തകനും അവിടെ.